എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അളവ് കപ്പുകളോ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ 3 ചേരുവ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാമേ. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് അമൃതം പൊടിയാണ്. ഇത് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പോഷകാഹാരമാണ്. ഇത് വെച്ച് നമ്മൾ നോർമൽ കുട്ടികൾക്ക് കുറുക്കൊക്കെയാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകുകയും ചെയ്യും. അപ്പോൾ ഈ അമൃതം പൊടിയോടെ വേറെ 2 ചേരുവയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അമൃതം പൊടിയാണ് എടുത്തേക്കുന്നത്. അളവ് കപ്പുകളൊന്നും എടുത്തിട്ടില്ല. നോർമൽ നമ്മുടെ ചായ ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് അമൃതം പൊടി എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ട് 3 തവണ നമ്മൾക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കാരണം ഈ അമൃതം പൊടി ധാരാളം തരികളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3 തവണ അരിച്ചെടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ തരികളൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ അമൃതം പൊടിയിൽ വേറെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. ഈ അമൃതം പൊടി മാത്രമേ നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ളൂ. അങ്ങനെ ഈ അമൃതം പൊടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അലുമിനിയം ഫോയിലിൻ്റെ ഒരു കണ്ടെയ്നറിലാണ്. ഇതിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പറും ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ട്രെയിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഒട്ടും നനവില്ലാത്തൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര, നോർമൽ നമ്മുടെ അമൃതം പൊടി എടുത്ത ആ ഒരു ഗ്ലാസ്സില്ലേ ആ ഗ്ലാസ് സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ അമൃതം പൊടിക്ക് നന്നായിട്ട് മധുരം ഉള്ളത് കൊണ്ട് 1/2 ഗ്ലാസ് പഞ്ചസാര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുവേണ്ടി നോർമൽ നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ആക്കി എടുക്കുന്നത്. 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ കൈവിടാതെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ബീറ്ററൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് മിക്സായി കിട്ടും. ഇപ്പം നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നന്നായിട്ട് മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയതിന് ശേഷം നമുക്ക് ഈ അമൃതം പൊടി കുറേശ്ശായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് മിക്സ് ആവരുത്, ജസ്റ്റ് പെയ്തിയെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ ചേരുവകളൊന്നും ചേർത്തിട്ടില്ല. 3 ചേരുവ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഫോയിൽ കണ്ടെയ്നറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പഴയൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 45 മുതൽ 1 മണിക്കൂർ വരെയാണ് ടൈം വരുന്നത് ഇത് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ മൊത്തം 1 മണിക്കൂർ ടൈം എടുത്തു ഇത് റെഡിയായി കിട്ടാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടുമൊക്കെ മാറിയിട്ടുണ്ട്. അതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഓവനോ ബീറ്ററോ അളവ് കപ്പുകളോ ഒന്നുമില്ലാതെ 3 ചേരുവ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മെത്തേഡിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അമൃതം പൊടി വീട്ടിലുള്ളവർ മസ്റ്റായിട്ട് ചെയ്തെടുക്കേണ്ട ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്